ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ 10 ഡേയ്സ് ചലഞ്ചിൻ്റെ 8ാമത്തെ ദിവസത്തിലേക്ക് സ്വാഗതം. കഴിഞ്ഞ 7 ദിവസങ്ങളിലുള്ള വർക്കൗട്ടും ഡയറ്റൊക്കെ എല്ലാവരും നല്ല രീതിയിൽ ഫോളോ ചെയ്യുന്നുണ്ടെന്നും പുതിയ കുറേ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നും ഒരുപാട് ആളുകൾ മെസ്സേജിലൂടെയും കമൻറ്റിലൂടെയൊക്കെ പറഞ്ഞു. അപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. തുടർന്ന് നിങ്ങൾ ഇതേപോലെ തന്നെ ബാക്കി നമുക്കിനി 2-3 ദിവസം കൂടി ഉള്ളൂ, കണ്ടിന്യൂസ് ആയിട്ട് ഫോളോ ചെയ്യുക. നിങ്ങളുടെ ഒരു വലിയ മാറ്റം എന്തായാലും ഉണ്ടാവുന്നതാണ്. അപ്പോൾ ആദ്യമായിട്ട് നമ്മുടെ ഈ ചാനൽ കാണുന്നവർ, അല്ലെങ്കിൽ ഈ വീഡിയോ കാണുന്നവർ, അല്ലെങ്കിൽ പുതുതായിട്ട് ജോയിൻ ചെയ്യാൻ താല്പര്യപ്പെടുന്നവർ, ഇതിന് മുൻപുള്ള ദിവസങ്ങളിൽ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്ത വീഡിയോസ് കിടക്കുന്നുണ്ട്. അപ്പോൾ അവിടെ തൊട്ട് ആദ്യം മുതലേ ചെയ്തു വരാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്കൊരു ഡൗട്ടും കാര്യങ്ങളൊന്നും ഇല്ലാതെ തുടക്കം മുതലുള്ള കാര്യങ്ങൾ ചെയ്തു തരാൻ പറ്റും. നമ്മൾ ഡയറക്റ്റായിട്ട് ഇടയിൽ നിന്നൊരു വീഡിയോ എടുത്ത് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആ വർക്കൗട്ടൊക്കെ ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ടാണ് പറഞ്ഞത്. അപ്പോൾ നമ്മുടെ ഈ വീഡിയോ മുഴുവനായിട്ട് നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കണ്ടുപോകണം. എങ്കിൽ മാത്രമാണ് ആദ്യം നമ്മൾ ഡയറ്റ് പറഞ്ഞിട്ടാണ് പിന്നെ വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഡയറ്റൊക്കെ ഫുള്ള് കേട്ടതിന് ശേഷം വേണം വീഡിയോയിലേക്ക് പോകാനായിട്ട്. അതുപോലെ തന്നെ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്കുകൾ കൊടുക്കുന്നുണ്ട്, അതൊക്കെ ഒന്ന് കയറി ചെക്ക് ചെയ്യുക. നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ അവിടെ കിട്ടാനുണ്ടാവും. ഓക്കെ, നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കൂടുതലായിട്ടും ആപ്സിനെ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞു പോകുന്നത്. ഒരു വെയിറ്റ് ലോസ് ജേണിയിൽ ഒഴിവാക്കാൻ പറ്റാത്തൊരു കാര്യം തന്നെയാണ് ആപ്സിനുള്ള വർക്കൗട്ട് എന്ന് പറയുമ്പോൾ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ഒരു ദിവസവും ആപ്സ് കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് കുറച്ച് കാര്യങ്ങൾ ചെയ്തു പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആരും തന്നെ ഒരുപാട് റിസ്ക് എടുത്തുകൊണ്ട്, അതായത് ഒരുപാട് വിശപ്പ് സഹിച്ചും ക്ഷീണം സഹിച്ചും അല്ലെങ്കിൽ തലകറക്കമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റി വെച്ചു അങ്ങനെയൊന്നും ചെയ്യേണ്ട കാര്യമില്ല. നിങ്ങളൊരു കംഫർട്ടിൽ ഇരുന്നുകൊണ്ട് നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ ഭക്ഷണം കഴിച്ചുകൊണ്ട് പറ്റുന്ന പോലെ വർക്കൗട്ടും ചെയ്തുകൊണ്ട് മുന്നോട്ട് പോയാൽ മതി. ദിവസവും ഫോളോ ചെയ്യുമ്പോൾ ഒരു വലിയ മാറ്റം നിങ്ങൾക്ക് എന്തായാലും ഉണ്ടാവും. അതേപോലെ തന്നെ നിങ്ങളുടെ ബോഡിയിലും അത് കാണാനുണ്ടാവും. അപ്പോൾ ആ കാര്യം ഓർത്ത് ടെൻഷൻ ആവേണ്ട കാര്യമില്ല. അപ്പോൾ നമുക്ക് ഇന്നത്തെ ഡയറ്റ് നോക്കാം. ബ്രേക്ക്ഫാസ്റ്റിനാണെങ്കിൽ നമുക്ക് സ്റ്റീം ഫുഡ് കാര്യങ്ങളൊക്കെ നമുക്ക് ഇത്രയും ദിവസം നമ്മൾ ഫോളോ ചെയ്ത് വന്ന കാര്യങ്ങളല്ലേ. അപ്പോൾ അതൊക്കെ ഒഴിവായിക്കൊണ്ട് നമുക്കിപ്പോൾ ഗോതമ്പിൻ്റെ നുറുക്ക്, അല്ലെങ്കിൽ സൂചി റവ, അതല്ലെങ്കിൽ സലാഡ്, അതല്ലെങ്കിൽ കുറേ കാര്യങ്ങൾ ആഡ് ചെയ്തുകൊണ്ടിട്ടുള്ള ഒരു ഓംലേറ്റ്, ഈ രീതിയിൽ ഏതെങ്കിലും ഒന്ന് തിരഞ്ഞെടുക്കുക കേട്ടോ. മാക്സിമം നിങ്ങൾ ദോശ, ഇഡ്ഡലി, പുട്ട് ഈ കാര്യം ഒന്ന് മാറ്റി വെക്കാം. എന്നും നമുക്ക് ഒരേ മെനു വേണ്ട. അതുകൊണ്ടാണ് പറയുന്നത് ഈ ഒരു ദിവസം നമുക്ക് ഈ രീതിയിലുള്ള ബ്രേക്ക്ഫാസ്റ്റ് അറേഞ്ച് ചെയ്യാം. പിന്നെ ലഞ്ചിന് നമ്മൾ സാധാരണ പറയുന്ന പോലെ തന്നെ ചപ്പാത്തി കഴിക്കാം. പിന്നെന്താണ് കറികൾ, അതിന് കറികൾ വേണമെങ്കിൽ നമുക്ക് ചിക്കനോ ഫിഷോ അല്ലെങ്കിൽ പയർ വർഗ്ഗങ്ങൾ അല്ലെങ്കിൽ ഇലക്കറികൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൂട്ടിയിട്ട് ഒരു ലഞ്ച് നിങ്ങൾ സെറ്റ് ചെയ്യുക. ചോറാണ് ഉള്ളതെങ്കിൽ നമ്മൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ കുറഞ്ഞ അളവിലുള്ള ചോറ് കഴിച്ചാൽ മതി. പിന്നെ ധാരാളം വെള്ളം കുടിക്കണം. ആ കാര്യം ഒരിക്കലും മറന്നു പോകാൻ പാടില്ല. പിന്നെ വരുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡിന്നറാണ്. വൈകുന്നേരം നമ്മൾ ഒരു സലാഡ് അല്ലെങ്കിൽ ഒരു ഫ്രഷ് ജ്യൂസ് മതി. ഇതൊന്നും അല്ലെങ്കിൽ ഒരു ചപ്പാത്തിയും കുറച്ച് കറിയും കഴിച്ച് അവസാനിപ്പിക്കാവുന്നതാണ്. നമ്മൾ ചെയ്തു പോകുന്ന വർക്കൗട്ട് ഓരോ ദിവസത്തെയും വീഡിയോസ് നിങ്ങളൊരു 3-4 തവണ റിപ്പീറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. ഒരു വീഡിയോ ഒരു തവണ ചെയ്തിട്ടുണ്ടെങ്കിൽ ആകെ 10 മിനിറ്റ് ഡ്യൂറേഷനൊക്കെ ഉണ്ടാവുള്ളൂ. അങ്ങനെയല്ല ചെയ്യാൻ പറയുന്നത്. ഒരു 2-3 തവണ നിങ്ങൾ കുറഞ്ഞത് റിപ്പീറ്റ് ചെയ്ത് പിന്നെയും അങ്ങനെ ചെയ്തു പോകണം. അപ്പോൾ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ടൈം കോഡ് കൊടുക്കുന്നുണ്ട്. അതിൽ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വർക്കൗട്ട് മാത്രമായിട്ടും ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ നമുക്ക് ഇന്നത്തെ വർക്കൗട്ടിലേക്ക് കിടക്കാം.
അപ്പോൾ 8ാമത്തെ ദിവസം നമ്മൾ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. കൂടുതൽ നമ്മൾ ആപ്സിനുള്ള കാര്യങ്ങളാണ് ചെയ്തു പോയത്. ഒരുപാട് റിസ്ക് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. കുറഞ്ഞ സമയമുള്ള വീഡിയോ കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ ഈ വർക്കൗട്ട് നിങ്ങളൊരു 3-4 തവണ റിപ്പീറ്റ് ചെയ്ത് ചെയ്യുമ്പോൾ നിങ്ങൾക്കൊരു ടൈം അതിൽ നിന്ന് കിട്ടുന്നതാണ്. ഒരു വാമപ്പിന് ശേഷം നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുക. വാമപ്പ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാർഡിയോ വർക്കൗട്ടൊക്കെ ചെയ്തിട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യാൻ, കുഴപ്പമൊന്നുമില്ല, നല്ലതാണ്. അപ്പോൾ ഓരോ ദിവസവും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്, അല്ലെങ്കിൽ ഫോക്കസ് ചെയ്യേണ്ട കാര്യങ്ങളാണ് ദിവസവും നമ്മൾ പറഞ്ഞു പോകുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ നമ്മൾ വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പോൾ വീണ്ടും നാളെ കാണാം.